ഹായ് ഫ്രണ്ട്സ്, മെഫിൻ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് സെക്ടറിൽ നിങ്ങൾക്കൊരു സൈറ്റ് എഞ്ചിനീയർ ആവണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്ക് ആണ് ഒരു സൈറ്റിൽ നടക്കുന്നത്, അതിനെ വേണ്ടി കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എത്ര ഡ്യൂറേഷൻ എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ എത്ര ആളുകൾ വേണം ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അവസാനം എത്തിക്കാൻ വേണ്ടിയിട്ട്, സൈറ്റിലുള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ സൂപ്പർവൈസ് ചെയ്യാം, അതിനൊരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ വേണ്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുകൾ. ഒരു ഓഫീസിലുള്ള ചെറിയ ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുകളൊക്കെ സൈറ്റിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സ്കെഡ്യൂളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു വർക്ക് ചെയ്യുന്ന അടുത്ത വർക്ക് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കുക, അതിനുവേണ്ടി ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഒരു സൈറ്റിലേക്ക് കുറെ മെറ്റീരിയൽസ് വരുന്നുണ്ടോ, അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും, ആ കാര്യങ്ങളെ പറ്റി ചെറിയൊരു ധാരണ വേണം. സേഫ്റ്റിയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ സേഫ്റ്റി എങ്ങനെ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം, എങ്ങനെ ഒരു അപകടം കൂടാതെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, അതിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ വേണം, എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിന്റെ കൂടെ തന്നെ വേണ്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് ഓട്ടോകാഡിലെ സ്കില്ല്. ഓട്ടോകാഡ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അവിടെ തന്നെ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ട് ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ ഒരു മീഡിയം ലെവലിലുള്ള സ്കില്ല് നമുക്ക് എന്തായാലും വേണം. പിന്നെ ഏത് വർക്ക് ചെയ്യുമ്പോഴും ആ വർക്ക് ക്വാളിറ്റിയോട് കൂടെ ചെയ്യാം. അപ്പൊ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സോ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വർക്കിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിനെ പറ്റിയിട്ടും ചെറിയൊരു ധാരണ വേണം. സേവ് ചെയ്ത് വെച്ചോ. അപ്പൊ നിങ്ങൾ സൈറ്റ് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും വേണം.